ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു ടീച്ചർ പറയുകയാണ്, എന്നെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചൊന്ന് അടിച്ചിട്ട് ക്ഷമിക്കുമെന്ന്. ഇവരെന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? അവരൊരു കൗൺസിലർ കൂടിയാണെന്നുള്ള ഒരു ഓർമ്മ വേണം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയാനുള്ളത് അവർക്ക് നോക്കിക്കാണാൻ നല്ല റോൾ മോഡൽസ് ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും മൊബൈൽ ഫോൺ നോക്കരുതെന്ന് പറഞ്ഞ അച്ഛനമ്മയും അവരെപ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിരിക്കും. അല്ലെങ്കിൽ നുണ പറയുമെന്ന് പറയുന്ന പാരൻസ് അവർ തന്നെ നുണ പറയും. ഇവർ ആരെ കണ്ട അവർ പഠിക്കേണ്ടത്? ഇപ്പോൾ പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശരി എന്ത് തെറ്റെന്ത് എന്ന് പറഞ്ഞു തന്ന് നമുക്കതിലൊരു വ്യക്തത ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ശരി എന്ത് തെറ്റെന്തെന്ന് ഉള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആണ് അവർ. ഞങ്ങളൊക്കെ പണ്ട് ശരീനെ പുണ്യമായിട്ടും തെറ്റിനെ പാപമായിട്ടൊക്കെ കരുതിയിരുന്നു. ഇന്ന് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിൽ കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ, റിയാലിറ്റി ഷോകളൊക്കെ ആണെങ്കിൽ വഴക്ക്, ഇടി അല്ലെങ്കിൽ കരച്ചിൽ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ കുട്ടികളുടെ വിചാരം ഇതാണ് ശരിയെന്നാണ്. മുൻപൊക്കെ രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ എഴുത്തുകാരായാലും കവികളായാലും അവർ സമൂഹത്തിലൊരു മാന്യമായ ജീവിത രീതി കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് അവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായാൽ പോലും അവരുടെ എന്താ പറയുക, പബ്ലിക് ലൈഫിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാന്യമായ ഒരു ജീവിത രീതി കാഴ്ചവെക്കാൻ ട്രൈ ചെയ്തിരുന്നു. ഇന്ന് അശ്ലീലം പറയുന്നവരും അല്ലെങ്കിൽ തെറി പറയുന്നവരും സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്കൊരു ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഹീറോ വർഷിപ്പ് ഉണ്ട്. ഇതാണ് ശരിയെന്നാണ് ഇവരുടെ ചിന്ത. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാ? അച്ഛനമ്മമാരെ കൊല്ലുന്ന മക്കൾ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായ യുവാക്കൾ. ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? നമ്മളിങ്ങനെ എല്ലാം കണ്ട് കണ്ണടച്ചിരുന്നാൽ ശരിയാവുമോ? അപ്പം നമ്മൾക്ക് എല്ലാവരും കൂടെ ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. പാരൻസ് ആയാലും കുട്ടികളുടെ കൂടെ എല്ലാ ദിവസവും കുറച്ചു നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക, അവരെ കേൾക്കുക, അവരുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കുക, സ്നേഹത്തോട് സഹാനുഭൂതിയോടും കൂടി കുട്ടികളോട് പെരുമാറുക. ഞാനൊരു ടീച്ചറാണ്. ടീച്ചേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എല്ലാ ടീച്ചേഴ്സും കുട്ടികളായിട്ടൊന്ന് സംവദിക്കാൻ സമയം കണ്ടെത്തുക. വളരെ പ്രാകൃതമായ ശിക്ഷാരീതികളൊക്കെ ഒഴിവാക്കി കുട്ടികളോട് സ്നേഹത്തോട് സഹാനുഭൂതിയോടും കൂടെ പെരുമാറാൻ ശ്രമിക്കുക. കഥകളിലൂടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ തെറി പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തലമുറ മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എന്താ പറയുക, സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ നിങ്ങളുടെ മക്കൾ ഒരു കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ കൊലപാതകയായി, മയക്കുമരുന്ന് അടിമയായി, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനായി എന്ന് കേൾക്കാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ മയക്കുമരുന്നിനെതിരായിട്ടും ഒക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. അതുകൂടാതെ പോലീസിനായാലും സൈബർ സെല്ലിനായാലും ഈ സോഷ്യൽ മീഡിയയിൽ അശ്ലീലം പറയുന്ന ആളുകളെ കട്ട് ചെയ്ത് കളയുക. അവർക്ക് പിന്നെ പറയാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ വളരെ സഭ്യമായ ഭാഷയും മാന്യമായ ജീവിത രീതിയും കണ്ടുപഠിക്കാൻ നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു അവസരം കൊടുക്കുക. അതാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മളിതെല്ലാം കണ്ടില്ല എന്നടിച്ച് എത്ര കാലം നടക്കും? എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. എല്ലാവരും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ ഒരു 5 വർഷത്തിനുള്ളിൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യണം എന്ന് ഞാൻ പറയുന്നു.